അങ്ങനെ മലയാളി എന്നില്ലല്ലോ സിനിമയിൽ. അതാണ് സിനിമ എന്നുള്ള ഒരു ഞാൻ പറഞ്ഞ ഒറ്റ ലാംഗ്വേജേ ഉള്ളൂ. ഞാനിവിടെ അതിൻ്റെ ഭാഗമായെന്നേ ഉള്ളൂ. അതിൻ്റെ ഏറ്റവും ഹയസ്റ്റ് അങ്ങനെയല്ല, ഒരു പിനാക്കിൾ എന്ന് പറയുന്നത് ഇല്ലല്ലോ. ജനിത്ത് എന്നൊക്കെ ഒരു വാക്കാണ്. ഏറ്റവും ഹയസ്റ്റിൽ പോയി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യുക, ഞാൻ അവിടെ താഴോട്ട് ചാടാം. അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അല്ലാതെ എൻ്റെ ഏറ്റവും വലിയ ഉന്നതി എന്നൊന്നും ഞാൻ ഇതിനെ കാണുന്നില്ല. അതാണ് ഞാൻ പറയുന്നത്. പിന്നെ മുകളിലേക്ക് കയറുമ്പം കൂടെ നിൽക്കുന്നവരെ നോക്കുക. കാര്യം താഴേക്ക് ഇറങ്ങുമ്പോഴും അവരുണ്ടാവും സപ്പോർട്ട് ചെയ്യാൻ. അല്ലെങ്കിൽ മുകളിൽ ഇവരെ നോക്കാതെ പോയി കഴിഞ്ഞാൽ താഴേക്ക് വരുമ്പോൾ ആരും നിങ്ങളെ നോക്കില്ല. അത്രയേ ഉള്ളൂ. അപ്പോൾ വളരെ സന്തോഷം, ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. ഈ നിങ്ങളുടെ വിലയേറിയ സമയത്തിന്, നിങ്ങളുടെ ഈ സ്നേഹത്തിന്, നിങ്ങളുടെ ഈ പ്രാർത്ഥനയ്ക്ക് ഒരുപാട് നന്ദി. താങ്ക് യു. ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ച മോഹൻലാൽ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. പുരസ്കാര ലബ്ധിയിൽ അദ്ദേഹത്തിൻ്റെ ചിന്തകളാണിപ്പോൾ മാധ്യമങ്ങളുമായി പങ്കുവച്ചത്. അംഗീകാരം പൂർണ്ണമായും മലയാള സിനിമയ്ക്ക് സമർപ്പിക്കുകയാണെന്ന് പറഞ്ഞു. പ്രേക്ഷകർക്ക് നന്ദി, തൻ്റെ അമ്മയ്ക്ക് നന്ദി. അമ്മയെ അറിയിച്ചിട്ടാണ് താൻ ഇപ്പോൾ മാധ്യമങ്ങളെ കാണാനെത്തിയതെന്നാണ് അദ്ദേഹം പറയുന്നത്. പുരസ്കാര വിവരം കേന്ദ്ര സർക്കാരിന് അറിയിച്ചപ്പോൾ ഒരിക്കൽ കൂടി അത് ചോദിച്ചു ഉറപ്പുവരുത്താൻ എന്നാണ് അദ്ദേഹം പറയുന്നത്. പരമോന്നത ബഹുമതി എന്നുള്ളത് തേടിയെത്തുമ്പോൾ അദ്ദേഹം വിനയാന്വിതനാവുകയാണ്. ദൃശ്യം 3യുടെ ഷൂട്ടിംഗ് നാളെ പുനരാരംഭിക്കാൻ പോകുന്നു.